ഗ്രീൻ ടെലിലെ ഹാപ്പി കസ്റ്റമർ ആയിട്ടുള്ള അഖിൽ സാർ ആൻഡ് ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ഇന്നുള്ളത്. ഞങ്ങൾ ബേസ്ഡ് കാലിക്കറ്റ് ആണ്. ഓക്കെ. ജോബിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പാലക്കാട് റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് പൂജ, ഞാൻ കണ്ണൂരാണ് വീട്. ഓക്കെ. ഇപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ. ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടാൻ ഒരു റീസൺ എന്തായിരുന്നു? നമ്മൾ പാലക്കാട് സെറ്റിൽ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പല പ്രോപ്പർട്ടീസും നോക്കിയത്. ഇപ്പോൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീൻ്റെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ്. ആക്ച്വലി നമ്മളെ ഒരു ഇമാജിനേഷൻ, നമ്മളെ ഒരു ലൈക്കിനനുസരിച്ചിട്ടുള്ളൊരു വ്യൂവും ഒരു ആംബിയൻസും ഉള്ള ഒരു പ്രോപ്പർട്ടി കിട്ടിയപ്പോൾ ഓക്കെ വിത്ത്. മറ്റുള്ള പ്രോപ്പർട്ടിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ? തീർച്ചയായും. ഇത് കുറച്ചും കൂടി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് എങ്കിലും അധികം ദൂരെയല്ല. അപ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങളെ വർക്ക്, ഞാൻ അഗ്രികൾച്ചർ ഫീൽഡിലാണ്. അപ്പോൾ എൻ്റെ വർക്ക് മേജറായിട്ട് വരുന്നത് ഈ എലപ്പുള്ളി പുൽപ്പുള്ളി ഏരിയകളിലാണ്. അപ്പോൾ ഈസിലി ഞങ്ങൾക്ക് ആക്സസിബിൾ ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ആ പ്രോപ്പർട്ടി വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ കൺസ്ട്രക്ഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വീട് വെക്കാനും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലാൻ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്ലാൻ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് അതിന് വർക്കൗട്ട് ചെയ്തത്? ഞങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഷാസ് പ്രോപ്പർട്ടീസിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരാനും പ്ലാനിങ് ഒക്കെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ഇവർക്ക് വേണ്ടി കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി നമുക്ക് കാണാം. അഖിൽ സാർ ആൻഡ് ഫാമിലിക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വീട് ആണ് ഇത്. കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഞങ്ങളിൽ നിന്നും എങ്ങനെ പറയാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ഷൻ്റെ ഇപ്പോൾ ബേസിക് സ്റ്റേജ് തൊട്ടിട്ട് ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് പ്ലാസ്റ്ററിങ് സ്റ്റേജ് എത്തി, ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു. അപ്പോൾ എല്ലാ പ്രോസസ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ സജഷൻസ് ചോദിച്ച് ഓരോ സ്റ്റേജ് വർക്ക് നടക്കുമ്പോഴും നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് സജഷൻസും നമുക്ക് അതിനുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്നും നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്ത വണ്ടികൾ കാണുന്നതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നമ്മളുടെ അറ്റൻഷൻ നമ്മളുടെ ഓരോ വർക്കിലും കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബിൽഡിങ്ങിന് ഉപയോഗിച്ച മെറ്റീരിയൽസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും വി ആർ 100% ഷുവർ. നമ്മൾ എഗ്രിമെൻ്റ് ചെയ്ത പോലെ തന്നെ എല്ലാ സ്റ്റേജിലും അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഷാസ് പ്രോപ്പർട്ടീസ് കണക്ട് ചെയ്തത്? നമ്മൾ പ്രോപ്പർട്ടീസ് അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് നമ്മൾ പല ബ്രോക്കേഴ്സ് വഴിയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഷാസ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഫേസ്ബുക്കിലൊരു ആഡ് വഴിയാണ് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ വന്നു, കോണ്ടാക്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ വന്നു ഫീൽഡ് വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മോറോവർ നമ്മളെ എല്ലാ ട്രാൻസാക്ഷൻസും സ്മൂത്തായി നടന്നു. ഇപ്പോൾ ഫൈനലി സ്റ്റേജ് വരെ എത്തി. അപ്പോൾ ഞാൻ എപ്പോഴും വൈഫിനോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും സ്റ്റേജിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ 100% നമുക്ക് കോൺഫിഡൻസ് തരാൻ സ്പെഷ്യലി ഷാസ് പ്രോപ്പർട്ടീസിൻ്റെ മിസ്റ്റർ ഷക്കീർ ഞങ്ങളെ ഫുള്ളായിട്ട് 100% ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും കൊളീഗ്സിനാണെങ്കിലും തീർച്ചയായും എന്തെങ്കിലും ഒരു ഡീല് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഷാസ് പ്രോപ്പർട്ടീസിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. താങ്ക് യു വെരി മച്ച്.